ഇവിടെ ഒരുത്തന് റോഡ് സൈഡിൽ നിന്ന് ഒരു സൂട്ട് കേസ് കിട്ടി. അതെടുത്ത് തുറന്നു നോക്കിയാൽ അകത്ത് കെട്ടുകണക്കിന് ക്യാഷ് ആണ്. എല്ലാം 2000-ന്റെ നോട്ടാണ്. അത് കണ്ടത് അവൻ ആകെ ഷോക്കായി. ചുറ്റിലും നോക്കിയാൽ അവിടെ എങ്ങും ആരെയും കാണാൻ പോലുമില്ല. സോ അത് അവിടെ വെറുതെ വിട്ടുപോകാൻ മനസ്സിലാതെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആ ബാഗ് തുറന്നു നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയ്ക്കും അധികം പണം കണ്ടതും ഇനി ഒരുത്തന്റെ മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല, എന്റെ എല്ലാ പ്രശ്നവും തീർന്നെന്ന് ആലോചിച്ച് അത് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ അതിലൊരു പ്രശ്നമുണ്ട്. ഇത് ആരുടെ പണമാണെന്നോ എന്തിനാണ് റോഡ് സൈഡിൽ ഇട്ടുപോയതെന്ന് അറിയാതെ എടുത്ത് ചിലവാക്കാൻ നല്ല പേടിയുണ്ട്. അത് മാത്രമല്ല അത് ഭാര്യക്ക് പോലെ കാര്യം അറിയരുതെന്ന് പറഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ ക്യാഷ് പല കെട്ടുകളാക്കി കവറിൽ പൊതിഞ്ഞ് വീട്ടിലെ പല സ്ഥലങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചു. അതിലൊരു കെട്ടെടുത്ത് വീട്ടിലെ വെള്ളത്തിന്റെ ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചു. അടുത്ത ദിവസം നോക്കിയാൽ ആ കെട്ട് അതിനകത്ത് തന്നെ പൊട്ടി. വെള്ളം വരാത്തതുപോലെ പൈപ്പ് ബ്ലോക്ക് ആയിട്ടുണ്ട്. സോ ആ ക്യാഷ് എടുത്തോണ്ട് പോയി അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ആരും കയറി വരാത്ത ഒരു സ്ഥലത്ത് ഉണക്കാൻ വെച്ച് തിരക്കിട്ട് പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് നോക്കിയാൽ മുകളിൽ ഉണക്കാൻ വെച്ച ക്യാഷ് കാറ്റടിച്ച് പറന്ന് അപ്പാർട്ട്മെന്റിലാണെങ്കിൽ പണത്തിന്റെ മഴ പെയ്യാൻ തുടങ്ങി. അത് കണ്ടത് എല്ലാവരും തിക്കി തിരക്കി അത് വാരിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് അത് ചിലവാക്കാൻ തുടങ്ങി. ദിവസവും ഓരോ നോട്ട് എടുത്തോണ്ട് പോയി ചിലവാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര ചിലവാക്കിയിട്ടും അതിലെ ക്യാഷ് പകുതി പോലും തീർന്നിട്ടില്ല. ഒരു ഘട്ടത്തിന്റെ മേലെ ഇനി ഇത് വീട്ടിൽ വെച്ചാൽ സേഫ് ആകില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് അവൻക്ക് പ്രശ്നം തന്നെ തുടങ്ങുന്നത്. കാരണം ഫ്ലാറ്റിന് ഓണറിന്റെ ഓഫീസിൽ നിന്നും പണം ലിക്വിഡ് ആയി വാങ്ങില്ലെന്ന് പറഞ്ഞു. ആ ക്യാഷ് എടുത്ത് ബാങ്കിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കി. ക്യാഷറിന് ഇവന്റെ മേലെ ഭയങ്കര ഡൗട്ട് ഉണ്ട്. അവസാനം ഈ പണം അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസും അതേ ബാങ്കിലേക്ക് തന്നെ വന്ന് അന്വേഷിച്ചതും ആ ക്യാഷർ ഇവന്റെ അക്കൗണ്ടിലെ അഡ്രസ്സ് അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അത് വെച്ച് തന്നെ പോലീസ് ഇവന്റെ വീട്ടിലേക്ക് തന്നെ എത്തി.